വയനാട് വാഗീരിയിൽ റെയിൽ ഫെൻസിംഗ് ചാടിക്കിടക്കുന്ന ഒരു ആനയുടെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആന പതിവായി കാടിറങ്ങുന്ന വഴികളിൽ ഒന്നാണിത്. കഴിഞ്ഞ ദിവസം തോട്ടങ്ങളിൽ ഇറങ്ങിയ ശേഷം തിരികെ പോകുന്ന കാഴ്ചയാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ആനയുടെ ചാട്ടം കണ്ടോളൂ, സ്ക്രീനിലുണ്ട്. അത് തന്നെ, കറക്റ്റ്. ഇനി സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും ടെലിഫോണിൽ. പറയും. SKN ഈ സ്ഥലം എന്ന് പറയുന്നത് 2-ാം നമ്പർ തേൻകുഴി ഭാഗമാണ്. അതായത് വാഗേരിക്ക് അടുത്തുള്ള പ്രദേശമാണിത്. ഇവിടെ സ്ഥിരമായി കാട്ടാനകളുടെ ശല്യം ഉള്ള ഒരു മേഖല കൂടിയാണ്. റെയിൽ ഫെൻസിംഗ് ഉണ്ട്, ചില ഭാഗത്ത് കൽമതിലുണ്ട്. പക്ഷെ ഇതൊന്നും ആനയ്ക്ക് പ്രശ്നമല്ല എന്ന് കാണുന്ന ആ ദൃശ്യത്തിൽ തന്നെ അത് തെളിവായി മാറുകയാണ്. പലയിടത്തും റെയിൽ ഫെൻസിംഗ് ആന തന്നെ തകർക്കുന്ന സ്ഥിതിയുണ്ട്. മാത്രമല്ല ഈ കൽമതിലിന്റെ പല ഭാഗവും തകർന്നു കിടക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ഈ ആനകൾ രാത്രി റോട്ടിലേക്ക് അല്ലെങ്കിൽ തോട്ടങ്ങളിലേക്ക് ഈ ഫെൻസിങ്ങുകളെല്ലാം തന്നെ ചാടിക്കടന്ന് എത്തും. ഇതിനുശേഷം രാവിലെ തിരികെ പോകും. അത്തരത്തിൽ തിരികെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ ഒരാൾ മേഖലയിലുള്ള പ്രദേശവാസിയായ ഒരാൾ കൗതുകം കൊണ്ട് പകർത്തിയ ദൃശ്യമാണിത്. എന്തായാലും ആനകളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. പലപ്പോഴും ഇറങ്ങി കഴിഞ്ഞ ദിവസം പോലും ഈ വാഗേരി മേഖലയിൽ ഒരു വീട് തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാട്ടാന എത്തിയിരുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. ഒരു ആനയ്ക്ക് ചക്ക കൊടുക്കുന്ന ഒരാൾ ഒരു കൽമതിലിന്റെ അപ്പുറത്ത് ആന നിൽക്കുമ്പോൾ അതിന് ചക്ക കൊടുക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. ആ ആന തന്നെയാണ് ഈ ആന എന്നുള്ള തരത്തിലൊരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പറയുന്നത് ആ ആന തന്നെയാണ്. ഏറെ ദിവസമായി ഈ ആനയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. SKN. താങ്ക് യു. ഇനി നമുക്ക് സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.